Hello guys, welcome back to my channel Akshay Tech Vlogs. Vivo X50 സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോണായ Vivo X50യും അതുപോലെ തന്നെ X50 Pro ഈ ഒരു രണ്ട് സ്മാർട്ട്ഫോൺസും ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ക്യാമറയിൽ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന അത്യുഗ്രൻ മികച്ച രണ്ട് സ്മാർട്ട്ഫോൺസാണ്. ഈ ഒരു രണ്ട് സ്മാർട്ട്ഫോൺസിൻ്റെ സ്പെക് ആൻഡ് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അതും തന്നെ ഈ ഒരു X50 സീരീസിലെ സ്മാർട്ട്ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരു മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്ന ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇറക്കിയിരിക്കുന്ന രണ്ട് സ്മാർട്ട്ഫോൺസാണ്. ഇതിൽ രണ്ടിലും 5G കണക്ടിവിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ X50 പ്രോയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്യാമറയിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഗിംബൽ യൂണിറ്റ് ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഷേക്ക് വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ബോക്സും പാക്കേജൊക്കെ വരുന്നത്. നോർമലായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു TPU കേസും അതുപോലെ തന്നെ സിം എജക്റ്റഡ് ടൂളും യൂസർ മാനുവലും കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് സ്മാർട്ട് ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യും. ഫ്രണ്ടും ബാക്കും ഒരു ഗ്ലാസ് ബോഡിയിലാണ് വരുന്നത്. അലുമിനിയം ഫ്രെയിമോട് കൂടി ഒരു ഗ്ലാസ് ഡിസൈനാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 32 MB ആണ് Vivo X50യിലും X50 പ്രോയിലും കമ്പനി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് ഗ്ലാസ് ബോഡി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് വിവോ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് X50യിലും X50 പ്രോയിലും കമ്പനി നൽകിയിരിക്കുന്നത്. വളരെ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു Vivo X50യും X50 പ്രോയും. ഇനി ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 48 MP ജിംബൽ സെറ്റിങ്സോട് കൂടിയുള്ള ഒരു മെയിൻ ക്യാമറയും ഒരു 8 MB പെരിസ്കോപ്പിക് ലെൻസും ഇതിൽ 5x വരെ ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 13 MB ഒരു പോർട്രേറ്റ് ലെൻസും ഇതിൽ 2x വരെ ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് X50യുടെ ഒരു ക്യാമറ സെറ്റപ്പാണ്, X50 പ്രോയുടെ. അത് കഴിഞ്ഞ് X50യുടെ ക്യാമറ സെറ്റപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. 48 MP മെയിൻ ക്യാമറ. ഇതിൽ ആ ഗിംബൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു സെറ്റിങ്സ് ലഭിക്കുന്നില്ല. അത് കഴിഞ്ഞ് 30 MB ഒരു പോർട്രേറ്റ് ലെൻസ്, ഇതിൻ്റെ 2x ഒരു ഒപ്റ്റിക്കൽ സൂമും 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 MB ഒരു മാക്രോ ക്യാമറയും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് X50യുടെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് മറ്റൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അടിവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ USB Type-C നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സിം ഡ്രൈവ് വരുന്നത് ഇതിൻ്റെ അടിവശത്താണ് X50 പ്രോയിൽ. അത് കഴിഞ്ഞ് ഡിവൈസ് ബൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ട് 6.56 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫുൾ HD+ റെസൊല്യൂഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ൻ്റെ സപ്പോർട്ടും 90 Hz റിഫ്രഷ് റേറ്റും ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഡിസ്പ്ലേ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പഞ്ച് ഹോൾ വരുന്നത് ഫ്രണ്ടിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ OS വരുന്നത് ഫണ്ടച്ച് OS ആണ്. Android 10ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G ആണ്. അതായത് ഇതൊരു 5G പ്രോസസ്സറാണ്. ഇതിൻ്റെ GPU വരുന്നത് Adreno 620 ആണ്. ഹൈ എൻഡ് ഗെയിംസൊക്കെ PUBG പോലത്തെ ഹൈ എൻഡ് ഗെയിംസൊക്കെ മാക്സിമം സെറ്റിങ്സിലിട്ട് നമുക്ക് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഭാഗത്തും X50യും X50 പ്രോയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. X50 പ്രോയുടെ ബാറ്ററി ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4315 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് X50യിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഭാഗത്ത് ചെറിയൊരു ഷോർട്ടേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 4200 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും പ്രൈസ് വരുന്നത് ഒരു 40 to 45K. ഇതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും പ്രൈസ്. ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് ജൂലൈ 16 അല്ലെങ്കിൽ 17 ആയിരിക്കും. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല.
ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ ഗൈസ്.